ഹലോ, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മീ ഷാലു. നിങ്ങളുടെ സ്വന്തം ഷാലു. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹസ്ബൻഡിന്റെ വീട്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെയാണ് സ്കൂൾ തുറക്കുന്നത്, ജൂൺ 2. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. കാരണം അവിടെ നിന്നുമാണ് ഞാൻ ഈ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഞായറാഴ്ച മാത്രമാണ് ഈ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ വൈകുന്നേരം. അല്ലെങ്കിൽ മറ്റെല്ലാ ദിവസവും ഏട്ടൻ വൈകിട്ടാണ് എത്താറ്. പിന്നെ ഞാനും മക്കളും മാത്രം കുടിക്കും. പക്ഷെ പരമാവധി രാവിലെ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. വീട്ടില് ഏട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ നമ്മളാണുള്ളത്. പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിഞ്ഞ് പയ്യന്നൂര് സെറ്റിൽഡ് ആണ്. പെങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ എനിക്ക് അറിയാലോ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. എൻ്റെ മോൻ 1ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട്. മോള് ഇപ്പോൾ 8 മന്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ മെക്കാനിക്കാണ്. അപ്പോൾ ഏട്ടൻ കൂടാതെ രണ്ടുപേര് കൂടിയിട്ട് പിന്നെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, JVS കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത്. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ്, 2 മക്കളുടെ അമ്മയാണ്, ഭാര്യയാണ്, അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ PG വരെ പഠിച്ചിട്ടുണ്ട്. PG കഴിഞ്ഞിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പയാണ്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കൃഷ്ണമേനോൻ കോളേജ് പള്ളിക്കുന്ന് കണ്ണൂരാണ്. അങ്ങനെ പോകുന്നു. പിന്നെ സ്കൂളിങ്ങൊക്കെ എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലിക്കൊന്നും പിന്നെ ശ്രമിക്കാതിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് PSC ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. അങ്ങനെയൊക്കെ എൻ്റെ കുറച്ച് ടൈം പോയിരുന്നു. പിന്നെ മക്കളൊക്കെ ആയിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ജോലിക്കും ശ്രമിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യുക, അല്ലറ ചില്ലറ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇതുപോലുള്ള വ്ലോഗ് ചെയ്യാനൊക്കെ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയിട്ടുള്ള ചാനൽ കിച്ചൂഡൻസ് ഫാമിലിയാണ്. അപ്പോൾ ആ ചാനലുണ്ട്. ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വേറൊരു ചാനൽ തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 ചാനലും ഉണ്ട്. 2 ചാനലും ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞായറാഴ്ച മാത്രമാണ് ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും രാവിലെയാണ് ഉണ്ടാക്കാറ്. ഇവിടുത്തെ അച്ഛനും ഏട്ടനും ഒക്കെ പിന്നെ ഫുഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് രാവിലെ ചോറും കറിയൊക്കെ ആവും. പിന്നെ ഞായറാഴ്ച ഒരു തിരക്കായിരിക്കും ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും അമൃതാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. ഇന്ന് ഉച്ചക്ക് ആക്കിയ കറി തന്നെയാണ് രാത്രിത്തേക്ക് ഉണ്ടായിരുന്നത്. ഉച്ചക്ക് ചിക്കൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ മറ്റെല്ലാ ദിവസവും നമ്മൾ ഫ്രൈ ആണ് ആക്കാറ്. ചിക്കൻ വാങ്ങുന്ന ടൈമിൽ ഫ്രൈ ആക്കും. പക്ഷെ ഫ്രൈ കൂട്ടി മടുത്തത് കൊണ്ട് ചിക്കൻ കറി ആക്കാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ എന്തെങ്കിലും മുട്ട വറവോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വേണം, എന്നാലേ ഏട്ടൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ചിക്കൻ ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പാത്രം കഴുകുകയൊക്കെ ചെയ്തിട്ട് അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് വേണം മുകളിലേക്ക് കയറാൻ. മുകളിലാണ് നമ്മുടെ റൂം ഉള്ളത്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുകളിലേക്ക് പോവാറ്. അല്ലെങ്കിൽ കിച്ചൂട്ടിന് ക്ലാസ് ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകും. അവിടെ ഇരുന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരാറാണ് പതിവ്. ഇപ്പൊ പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇന്നോടെ കൂടി കഴിഞ്ഞു. ഇനി നാളെ മുതൽ തുടങ്ങുമല്ലേ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. പിന്നെ മുകളിലേക്ക് വെള്ളം എടുത്ത് കൊണ്ടുപോകണം. പിന്നെ വാവയുടെ ബോട്ടിൽ ഞാൻ കഴുകി വെക്കാറുണ്ട്. രാത്രി തന്നെ നീറ്റാക്കി ഇവിടെ വെക്കും. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ
നാളെ ഏട്ടനും കിച്ചുവിനും ഒക്കെ ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല, കാരണം വാവി ഉള്ളത് കൊണ്ട് പിന്നെ ടൈം കിട്ടില്ല. കാരണം അവളെ നോക്കാൻ ഒരാൾ വേണം. പിന്നെ കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെയാണ് ഫുഡ് ഉണ്ടാക്കുക, അപ്പോൾ ഫുഡിന്റെ തിരക്കായി. പിന്നെ കിച്ചൂട്ടിനിടയ്ക്ക് വാശിയൊക്കെ പിടിച്ചിട്ട് അവൻ എഴുന്നേക്കാൻ വൈകും. അവൻ എപ്പോഴും സ്കൂളുള്ള ദിവസം പിന്നെ വൈകി എണീക്കും, അല്ലാത്ത ലീവുള്ള ദിവസം വേഗം എണീക്കും. അങ്ങനെയാണ് പതിവ്. അത് മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. കാരണം സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ, മടിയൊന്നുമില്ല പക്ഷെ അങ്ങനെയാണ്. മറ്റുള്ള ദിവസം ലീവുള്ള ദിവസം നല്ല ഉത്സാഹമായിരിക്കും എണീക്കാൻ, അപ്പൊ പെട്ടെന്ന് എണീക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ ചെയ്യാം. അപ്പൊ അവനെ വിളിക്കാൻ തന്നെ വേണം ഒരുപാട് ടൈം. അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഇപ്പൊ രാത്രി തന്നെ ഒരുക്കി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളിൽ നിന്നാണ് അവന് ബാഗ് കിട്ടിയിട്ടുള്ളത്. 1ാം ക്ലാസ് ആയതുകൊണ്ട് ബാഗ് അവന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കിച്ചൂട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ പുതിയ യൂണിഫോമാണ്, പക്ഷെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് യൂണിഫോം വാങ്ങാൻ പോയത്. അപ്പോൾ പിന്നെ ഡിലേ ആയിപ്പോയി, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനും ഡിലേ ആയിപ്പോയി. അപ്പോൾ ഈ മന്ത് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നാളെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബാഗ് ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ബോക്സ്, പിന്നെ പെൻസില്, അതുപോലെ പിന്നെ ബുക്സിനിടുന്ന കവറ്, മറ്റു കാര്യങ്ങളൊക്കെ അന്ന് വരുമ്പോൾ നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പരമാവധി ബാഗിൽ തന്നെയായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തിട്ട് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ നാളെ അവൻ അതെടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എടുക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രത്യേക ഉത്സാഹമായിരിക്കുമല്ലോ. അപ്പോൾ നാളെ തന്നെ അവ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് നാളെ അതൊന്നും എടുക്കേണ്ടാന്ന്. പിന്നെ അല്ലെങ്കിൽ അവൻ എന്നെ കാണാതെ എടുത്തു വെക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു നാളെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, പിന്നെ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ, വേഗം തന്നെ വിടും, പിന്നെ അപ്പോൾ വേണ്ടുന്നത് മാത്രം എടുത്താൽ മതി എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ പിടിച്ചുറക്കി, അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.